ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ സ്ഫോടനം നടത്തി ഇസ്രായേൽ. സൈനിക മേധാവി ഹൊസൈൻ സലാമി കൊല്ലപ്പെട്ടു. ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ശ്രീജിത്തുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. ശ്രീജിത്ത് ബാലകൃഷ്ണൻ. ശ്രീജിത്ത്, ഒടുവിൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്നു. ഇതിൽ സൈനിക മേധാവി ഹൊസൈൻ സലാമിയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധഭീതി, ഒരു ദീർഘനാളുകൾക്ക് ശേഷം വലിയ യുദ്ധഭീതിയിലേക്ക് പശ്ചിമേഷ്യ മാറുകയാണ്. ഇസ്രായേൽ ഇറാനിൽ കടുത്ത വ്യോമാക്രമണം നടത്തുകയാണ്. ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇറാൻ നേരിടുന്ന ആക്രമണമാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ്, പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ എല്ലാം ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇസ്രായേലിന്റെ സൈനിക വിഭാഗമായ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആണ് നേരിട്ടാണ് ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ്. ഇറാന്റെ വിവിധ പ്രദേശങ്ങളിലെ ആണവ പ്ലാന്റുകൾ, അതായത് ഒരു സാധാരണഗതിയിൽ ഒരു കേന്ദ്രത്തിലേക്ക് മാത്രമല്ല, വിവിധ കേന്ദ്രങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലെ ആണവ പ്ലാന്റുകൾ ലക്ഷ്യമിട്ടാണ്, ഡസൻ കണക്കിന് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നത്. ഇസ്രായേലിന്റെ എയർഫോഴ്സ് വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. അതോടൊപ്പം തന്നെ ഇക്കാര്യങ്ങളെല്ലാം ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിക്കുകയാണ്. ഞങ്ങൾ ആക്രമണം നടത്തി എന്ന കാര്യം, ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിട്ടുകൊണ്ട് ആക്രമണം നടത്തുന്ന കാര്യം സ്ഥിരീകരിക്കുക കൂടി ചെയ്യുകയാണ്. കാലാകാലങ്ങളായി ഇസ്രായേലിനെ തകർക്കണമെന്ന ഉദ്ദേശ്യവുമായി ഇറാനിയൻ ഭരണകൂടം മുന്നോട്ട് പോകുന്നു. അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുന്നു എന്നൊരു അവകാശവാദമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇറാൻ ദീർഘനാളായി ആണവായുധങ്ങൾ കൂടുതലായി ശേഖരിക്കുന്നു, അത് ഞങ്ങൾ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ആ ആണവ പ്ലാന്റുകളെല്ലാം ആക്രമിച്ച് തകർക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നുകൂടി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഒപ്പം തന്നെ ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവി ഹൊസൈൻ സലാമി കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലൊന്ന്. എന്തായാലും ഇറാന് നേരെ ഇസ്രായേലിന്റെ കടുത്ത ആക്രമണം നടന്നു കഴിഞ്ഞു. സ്ഫോടനം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും കടുത്ത വ്യോമാക്രമണമാണ് നടത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട ആളുകൾ കൊല്ലപ്പെടുന്നു. സൈനിക മേധാവി ഹുസൈൻ സലാമി കൊല്ലപ്പെടുന്നു. പ്രധാനപ്പെട്ട അഞ്ചിലധികം സ്ഥലങ്ങളിലാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. മുതിർന്ന ആണവ ശാസ്ത്രജ്ഞനടക്കം കൊല്ലപ്പെട്ടു എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അക്കാര്യങ്ങൾ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട്, ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് നടത്തുന്നതാണ് ആക്രമണം. ഇസ്രായേൽ ഇത് സമർത്ഥിക്കുന്നത്. ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ ആണവ ആയുധങ്ങൾ ശേഖരിക്കുന്നത് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനാണ്. അതുകൊണ്ടാണ് ഇറാനിൽ വ്യോമാക്രമണം, അവരുടെ സൈനിക കേന്ദ്രങ്ങൾക്കപ്പുറത്തേക്ക് ഞങ്ങൾ വ്യോമാക്രമണം നടത്തുന്നത് ആണവ കേന്ദ്രങ്ങളിലേക്കാണ് എന്ന് സമർത്ഥിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഒരു തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് മറ്റൊരു വശം, ഈ കാര്യങ്ങളെല്ലാം അമേരിക്ക നിഷേധിക്കുന്നുണ്ട്. ഞങ്ങൾ ഇസ്രായേലിനൊപ്പം ഇല്ല. ഈ ആക്രമണം ഇസ്രായേൽ ഒറ്റയ്ക്ക് ആണ് തീരുമാനിച്ചതും നടപ്പാക്കിയതും. ഇക്കാര്യത്തിൽ അമേരിക്കയുടെ പിന്തുണയില്ല എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രസ്താവനയോട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്കയുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടുന്നതെല്ലാം അമേരിക്ക ചെയ്യും എന്നുകൂടി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നുണ്ട്. എന്തായാലും കടുത്ത വ്യോമാക്രമണം ഏതാണ്ട് 5ലധികം കേന്ദ്രങ്ങളിൽ, പ്രധാനപ്പെട്ട 5 കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളായ 5 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ തകർക്കാൻ ശ്രമിക്കുന്നത്. വലിയ സ്ഫോടനമാണ് ടെഹ്റാനിൽ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കണക്കാക്കാൻ. കാരണം നേരിട്ടൊരു രാജ്യത്തെ ആക്രമിക്കുകയാണ്. അത് ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം പശ്ചിമേഷ്യയിൽ രൂപപ്പെടും എന്നാണ് കണക്കാക്കുന്നത്. ഇന്നലെ ഇക്കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും പറഞ്ഞിരുന്നു, ഒരുപക്ഷെ അമേരിക്കയുടെ ഒരു ഇടപെടൽ കൊണ്ട് ഇന്നലെ ട്രംപും ഇക്കാര്യം പറഞ്ഞിരുന്നു, അങ്ങനെ ഇസ്രായേൽ എടുത്തടിച്ചൊരു ആക്രമണത്തിന് മുതിരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ പ്രതീക്ഷയെല്ലാം, അല്ലെങ്കിൽ ആ അമേരിക്കയുടെ ഇടപെടൽ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ടെഹ്റാനിൽ കനത്ത വ്യോമാക്രമണം നടത്തുന്നത്. ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വ്യോമാക്രമണം നടത്തുന്നത്. ഇതൊരു പക്ഷേ കടുത്ത യുദ്ധഭീതി പശ്ചിമേഷ്യയിൽ സൃഷ്ടിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകും. അത് ഇസ്രായേൽ അങ്ങനെയെങ്കിൽ 2 രാജ്യങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടും.